മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയും മോളും ഇങ്ങനെ കാത്തിരിക്കുന്നു. അലീന മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് നോക്കി. ബബിത പകുതി വരെ ഒന്ന് എത്തിച്ച് നോക്കുന്നുണ്ട്. അപ്പോഴത്തേനും അവൾ വരുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ട്. താഴത്തിറങ്ങി വന്ന് അലീന അവരുടെ മുഖത്ത് 2 മിനിറ്റ് നോക്കി പോകാൻ പോകുമ്പോൾ നിന്നടി അവിടെ. എന്നതായിരുന്നടി മുകളിൽ നോക്കും. ഞാൻ സാറിന് ഉച്ചയ്ക്ക് മരുന്ന് കൊടുക്കാൻ പോയാണ്. എന്തെടുക്കണമെന്ന് അറിയാൻ വേണ്ടിയൊക്കെ പോയാണ്. ഓ, നീ പോയില്ലെങ്കിൽ ഇപ്പോൾ അവിടെ മാനം ഇടിഞ്ഞു വീഴും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരിഹസിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ചോദിക്കും, മാഡത്തിന് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കും. ഇങ്ങനെ പരിഹസിക്കാൻ വേണ്ടിയെന്ന് ചോദിക്കും. അതെന്താ, ഞാൻ എല്ലാ നേരം ചായ എടുക്കട്ടെ ചോറ് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കാറില്ലേ എന്ന് പറയും. അങ്ങനെ നിൻ്റെ അവതാരത്തിൽ എനിക്ക് ചായ കുടിക്കണ്ടെന്ന് പറയും. വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയും. ഞാനേ കൈതയ്ക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമമേനോൻ്റെ മോളുണ്ട് എന്ന് പറയും. അല്ലാണ്ട് നിന്നെ പോലെ കണ്ട അലവലാദികൾ പഴിച്ച് പ്രസവിച്ച് അനാഥാലയത്തിൽ തള്ളിയതല്ലടി എന്ന് പറയും. അത് ശരിയാ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, കൈതയ്ക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമമേനോൻ്റെ മകള് എന്നും ഈ അന്തസ്സ് കൊണ്ടുനടന്നിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ നീ എന്തുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദിക്കണേന്ന് ചോദിക്കും. മോളെ മുന്നിലെ ചെണ്ണിനി ചോദിക്കുന്നതൊക്കെ അല്ല, വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തിൻ്റെ നാവ് ഇങ്ങനെ ഇറങ്ങണം. ഇല്ല എന്ന് വേഗം പറയും. ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ അലീന തിരിഞ്ഞു പോകും. അത് കേട്ടപ്പോൾ നമ്മുടെ ബബിക്ക് ആകെ ദേഷ്യമാണ്. ബബിത ചോദിക്കുന്നത്, അമ്മ എന്തിനാ അവളുടെ മുന്നിൽ മുട്ടുമടക്കണേന്ന് അറിയാം. എന്ത് ചെയ്യാനാണ്? എൻ്റെ ആങ്ങളെ പറഞ്ഞു വെച്ച് പോയതല്ലേ, അതൊക്കെ കൂടപ്പുറപ്പ് ചെയ്ത് ചതിയല്ലേ. ആവശ്യമില്ലാത്ത ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവൾക്ക് ചോദിക്കാൻ മാത്രം ഓരോന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് പോകും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അടുക്കളയിൽ അലീന ചായ വെക്കുന്നു. അപ്പോൾ മേഡത്തിന്. അപ്പോൾ മേഡം അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. നീ എന്തിനാടി മുകളിലേക്ക് പോയെന്ന് ചോദിക്കും. ബബിത ഉണ്ട് കൂടെ. ഞാൻ ബാർലി വെള്ളം കൊടുക്കാൻ പോയതെന്നറിയും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ഫുഡ് മരുന്നും കൊടുത്ത് വന്നതാണ്, എന്തെടുക്കണമെന്ന് അറിയാൻ പോയതാണ്. ഓ, നിൻ്റെ ഒരു ശുഷ്കാന്തി എന്ന് പറയും. അതെ, ശുഷ്കാന്തി തന്നെയാണ്. കാരണം അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒന്നല്ല എന്ന് പറയും, ഒരു മനുഷ്യനാണെന്ന് പറയും. ഇവിടെ നീ നിൻ്റെ പണി നോക്കിയാൽ മതി, ഞങ്ങൾക്കറിയാം ബാലേന്ദ്രനെ എങ്ങനെ നോക്കണം എന്നൊക്കെ. എന്നിട്ട് എൻ്റെ അമ്മനെയും മക്കളെയും അങ്ങോട്ട് അടുപ്പിക്കാത്തതെന്ന് അലീന ചോദിക്കും. നീ 3/4 മണിക്കൂറായാലടി അങ്ങോട്ട് പോയിട്ടെന്ന് ബബിത പറഞ്ഞല്ലോ എന്ന് പറയും. അതെ, 3/4 മണിക്കൂറായി, ഞങ്ങൾ പലതും സംസാരിക്കും എന്ന് പറയും. എന്നിട്ട് അപ്പം ഇങ്ങനെ വൈജയന്തിയുടെ സ്വഭാവം ഇങ്ങനെ പറയുന്നുണ്ട്. സ്വന്തം ആങ്ങളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അലീന പറയും. അങ്ങനെ വൈജയന്തി നാവ് ഇറങ്ങി നിൽക്കും. പിന്നീട് മാഡത്തിന് ചായ വേണോ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാനിതിപ്പോൾ ഇവിടെ ഓഫ് ചെയ്യുമെന്ന് പറയും. ഓഫ് ചെയ്തോ, പക്ഷെ നീയും പട്ടിണിയായിരിക്കും എന്ന് പറഞ്ഞു. ഇല്ലില്ല, എനിക്ക് സാറ് ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഓർഡർ ചെയ്ത് വരുത്തുമെന്ന് പറയും. അതോടുകൂടി ആകെ ഞെട്ടുണ്ട് വൈജയന്തി. എന്നിട്ട് അലീന ബബിതരെ എടുത്തിട്ട് പറയും, ബബിത, ഇവിടുത്തെ പ്രശ്നങ്ങൾ നീ അണയ്ക്കാനാണ് നോക്കേണ്ടത്, അല്ലാണ്ട് എണ്ണ ഒഴിച്ച് കത്തിക്കാനല്ല. നിൻ്റെ പോലെ കണ്ണി കണ്ട അലവലാദികളെ ബെഡ്റൂമിലേക്ക് വിളിച്ച് കയറ്റുന്ന ആ സ്വഭാവത്തോടെ അല്ലടി, അല്ലെങ്കിൽ ആ മനസ്സോടെ അല്ലടി ഞാൻ ബാലേന്ദ്രൻ സാറിൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലണേന്ന് പറയും. അത് കേട്ടപ്പോൾ വൈജയന്തി ആകെ ഒന്ന് ഷോക്കാവുന്നുണ്ട്. നമ്മുടെ ബബിത പെട്ടെന്ന് വിളറി വെളുത്ത് നേരെ മുറിയിലേക്ക് കയറിപ്പോവും. എന്നാൽ സ്വന്തം മോളെ എന്ത് തെറ്റ് ചെയ്തേന്നാ ഒന്നും ചോദിക്കാതെ നേരെ വൈജയന്തി അലീനയുടെ അടുത്തേക്ക് വീണ്ടും മെക്കിട്ടേറും. നീ ആരെടുത്തണ്ടി കുരയ്ക്കിനെ എന്ന് ചോദിക്കും. നീ ഇവിടെ വേലക്കാരിയായിട്ട് നിന്നാൽ മതി, ബാലേന്ദ്രൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. എന്നാൽ ചെല്ലി പോയി നോക്ക് എന്ന് പറയും. അലീന വീണ്ടും അലീനയുടെ ജോലിയിലേക്ക് പോവും. പിന്നെ കാണിക്കുന്നത് അലീന മസാല ദോശയൊക്കെ ആയിട്ട് മുകളിലേക്ക് പോകാൻ പോണ്. അപ്പോൾ വീണ്ടും വൈജയന്തി പറയും, നിൽക്കടി അവിടെ എന്ന് പറയും. ഇതെന്താന്ന് ചോദിക്കും. മസാല ദോശ. ബബിത അത് മേടിച്ച് അച്ഛനെ കൊണ്ടു കൊടുക്കാൻ പറയും. അമ്മ ഞാൻ കൊണ്ടു കൊടുക്കില്ല, എന്നെ വഴക്ക് പറയുമെന്ന് പറയും. നിന്നോട് ഞാൻ എന്നെ പറഞ്ഞത് കൊണ്ടു കൊടുക്കാമെന്ന് പറയും. അങ്ങനെ വല്ല അവളുമാർക്ക് വിട്ടു കൊടുക്കാനുള്ളതല്ലേടി നിൻ്റെ അച്ഛൻ എന്ന് പറയും. ചെല്ലും മോളെ കൊണ്ടു കൊടുക്കാൻ പറയും. അങ്ങനെ നിർബന്ധിക്കുമ്പോൾ അലീനയുടെ കയ്യിൽ നിന്ന് ആ പ്ലേറ്റൊക്കെ വാങ്ങി നേരെ മുകളിലേക്ക് പോകണ്. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമ്പച്ചനെയും ഗ്രേസാമ്മയൊക്കെയാണ്. അപ്പോൾ അവർ 2 പേരും ഇങ്ങനെ ചടഞ്ഞു കൂടിയിരുന്ന് TV കാണുന്നു. അപ്പോൾ രേവതിക്കുട്ടി വന്ന് അവരെ വഴക്ക് പറയുന്നുണ്ട്. 4 മണിക്കൂർ ഈ സോഫയിൽ ഇരിക്കുള്ളൂ, എന്നെങ്ങുമില്ല. നാളെ തുടങ്ങി മര്യാദയ്ക്ക് നടക്കാൻ ഇറങ്ങിക്കോ. ഈ കോമ്പൗണ്ടിൽ തന്നെ ഇറങ്ങി നടന്നാൽ മതിയല്ലോ, ഇല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം ഞാൻ തരില്ല എന്ന് പറയും. ഇപ്പം നിങ്ങൾക്ക് വിശപ്പും ദാഹമൊന്നുമില്ലേ എന്ന് ചോദിക്കും. കഴിക്കാടി എന്ന് പറയും. അപ്പോൾ തന്നെ നമ്മുടെ ഗ്രേസാമ്മയുടെ ഫോൺ ബെല്ലടിക്കും. അപ്പോൾ വേഗം തന്നെ രേവതിക്കുട്ടി എടുക്കും. ചേച്ചി, ഞാൻ ചേച്ചിയുടെ വിളി കാത്തിരിക്കുകയെന്ന് പറയും. അപ്പോൾ അലീന എന്നാണ് അവർ വിചാരിക്കുന്നത് ഷെറിൻ ചേച്ചിക്ക് കുറവുണ്ടോ ചേച്ചി എന്ന് ചോദിക്കും. അപ്പം മനസ്സിലായി നാൻസിനെ വിളിക്കണേന്ന്. വേഗം മാമച്ചായൻ TVയുടെ ഹോളിയൊക്കെ കുറച്ച് വയ്ക്കും. 2 പേരും അവരുടെ അടുത്ത് നിന്ന് ആകാംക്ഷയോടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ പറയും, ടോണിച്ചായൻ്റെ നമ്പർ കിട്ടിയോ ചേച്ചി എന്ന് പറയും. ആ നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്ത് തരാട്ടാന്ന് പറയും. ചേച്ചി, ഷെറിൻ ചേച്ചി പ്രസവിച്ചത് കല്യാണത്തിന് മുന്നുള്ള കാര്യം ചേച്ചിക്ക് ഉറപ്പല്ലേ എന്ന് ചോദിക്കും. അതെ, അതെനിക്ക് ഉറപ്പാണ്. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഞാനിവിടെ എത്തിയില്ലേ എന്ന് പറയും.
ചേച്ചി അപ്പോൾ റോബിച്ചായനോട് ചോദിച്ചില്ലേ എന്ന് ചോദിക്കും. റോബിച്ചായനോട് ചോദിച്ചപ്പോൾ നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കണേന്ന് മാത്രം എന്നോട് പറഞ്ഞുള്ളൂ. അവരൊക്കെ ഭയങ്കര സാമർത്ഥ്യമുള്ള ആൾക്കാരാണല്ലേ എന്ന് പറയും. അതെ, അവരാണ് ഈ കേരളം ഭരിക്കണേന്നാണ് അവർക്ക് തോന്നുന്നതെന്ന് പറയും. പിന്നെ എന്നോട് കുഴപ്പമില്ല കേട്ടോ എന്ന് പറയും. ചേച്ചി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സത്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയും. അപ്പോൾ ഈ ടോണിച്ചായൻ്റെ നമ്പറിൽ വിളിച്ചാൽ ചീത്ത കേൾക്കുമോ എന്ന് പറയും. ഇത്ര പേടിച്ചിട്ട് പിന്നെ എന്തിനാ വിളിക്കണേന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഞങ്ങളുടെ കുഞ്ഞാണത്, അതിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൊന്നു പോലെ നോക്കും ചേച്ചി, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയും. ആ ശരി, ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനും സഹായിക്കാം മോള്. ഈ നമ്പറിൽ ഞാൻ നമ്പർ ഇട്ടുതരാം, ആ നമ്പറിലൊന്ന് വിളിച്ച് നോക്കാൻ പറയും. ശരി എന്നാന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. എന്നിട്ട് രേവതിക്കുട്ടി ഇങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ ഷെറിനെ കല്യാണം കഴിച്ച ആളാണ് ടോണി. അപ്പോൾ ആളെ വിളിച്ച് വിവരങ്ങളൊക്കെ ചോദിക്കാനുള്ള തയ്യാറെടുപ്പോടെയാണ് നമ്മുടെ രേവതിക്കുട്ടി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ നാൻസിയുടെ ചേട്ടൻ, അതായത് ഷെറിൻ്റെ മൂത്ത ആങ്ങളയുടെ ഭാര്യനെ വിളിച്ചാലും നമ്പർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസുകൾ പറഞ്ഞു തരും, ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഏത് പിശാചിനെ വിളിച്ചിട്ടായാലും നമ്മുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുള്ള കാര്യമുള്ളൂ മാമച്ചായ എന്ന് ഗ്രേസ്വാമിയും പറയുന്നുണ്ട്. അതിനുശേഷം മസാല ദോശയുമായി ചെന്ന ബബിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അച്ഛാന്ന് വിളിക്കും. എന്താ മസാല ദോശ? ഞാൻ നിന്നോട് മസാല ദോശ ചോദിച്ചോ എന്ന് ചോദിക്കും. അലീന കൊണ്ടുവരുന്നുണ്ടായിരുന്നു, എന്നിട്ട് നീ മേടിച്ചെടുത്തോ? അല്ല, അമ്മ പറഞ്ഞു എന്നോട് കൊണ്ടുകൊടുക്കാൻ എന്ന് പറഞ്ഞു. അമ്മ എന്ത് പറഞ്ഞാലും നീ കേൾക്കും. അച്ഛൻ്റെ തല വെട്ടി കൊണ്ടുവരാൻ പറഞ്ഞാൽ അത് വെട്ടോ? അതിനിത് വെട്ടരിവാളല്ലല്ലോ അച്ഛാ, ഇത് ഭക്ഷണമല്ലേ എന്ന് പറയും. ഇതിവിടെ വെക്കട്ടെ എന്ന് വയ്ക്കും. ആ വെക്കി, എന്തായാലും അമ്മ പറയണത് മാത്രം കേട്ട് ജീവിച്ചാൽ മതി കേട്ടോ എന്ന് പറയും. അങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടപ്പോൾ മോള് കയ്യിൽ ഭക്ഷണമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വൈജയന്തി വിജയിച്ച പോലെ അലീനയുടെ മുഖത്തേക്ക് നോക്കും. അലീന ഒന്നും മിണ്ടില്ല. അങ്ങനെ നീ ബാലേന്ദ്രനെ കുപ്പിയിലാക്കാൻ നോക്കണ്ടേ, ഞങ്ങൾക്കറിയാം ബാലേന്ദ്രനെ നോക്കാൻ എന്നും പറയും. അച്ഛൻ എന്ത് പറഞ്ഞു എന്ന് പറയും. അച്ഛൻ ചോദിച്ചു അമ്മ പറഞ്ഞിട്ടാണോ കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയായി എന്ന് പറയും. അച്ഛൻ്റെ തല വെട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞാൽ അതും ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അലീന ചെറുതായിട്ടൊന്ന് ചിരിക്കും. എന്നിട്ട് അലീന നേരെ അടുക്കളയ്ക്ക് പോകും. അത് കഴിഞ്ഞ് 2 മിനിറ്റിനുള്ളിൽ വീണ്ടും ബെല്ലടിക്കും. അപ്പോൾ അലീന കയറി പോകുമ്പോൾ നിൽക്കടി അവിടെ, ബബിതനോട് പോകാൻ പറയും. ഞാൻ ഇനിയും പോകണമെന്ന് ചോദിക്കാം, നീ പോകണമെന്ന് പറയും. അങ്ങനെ ബബിത പോവും. അവിടെ ചെല്ലുമ്പോൾ പറയും ഈ മസാല ദോശയ്ക്ക് ചൂടില്ല, എനിക്ക് ചൂടായിട്ട് വരണം, നീ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറയും. അപ്പോൾ ഈ ചൂടുണ്ടല്ലോ ചോന്നറിയും. ഈ ചൂട് പോരാ, 60 ഡിഗ്രി എങ്കിലും ചൂട് വേണം, ഇതിനൊക്കെ ഡിഗ്രിയൊക്കെ കണക്കുണ്ടോ എന്ന് ചോദിക്കും. ആ ഉണ്ടെന്ന് പറയും. അങ്ങനെ എടുത്തുകൊണ്ട് പോകണം. എന്തെടി ഭക്ഷണം കഴിച്ചില്ലേ ബാലേന്ദ്രൻ ചോദിക്കും. മസാല ദോശയ്ക്ക് ചൂട് പോരാന്ന്, വേറെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. എന്തോ 60 ഡിഗ്രിയിലുള്ള ചൂടൊക്കെ വേണം നന്നായിട്ടൊക്കെ പറയണ്ടായിരുന്നു. അങ്ങനെ വൈജയന്തി അലീന എന്ന് വിളിക്കും. അപ്പോൾ അലീന എന്തോന്നൊരു വിളി കേൾക്കും. അപ്പോൾ പറയുന്നുണ്ട് ബാലേന്ദ്രനെ മസാല ദോശ ഉണ്ടാക്കിയത് ചൂടില്ലാന്ന്, നീ വേറെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാൻ പറയും. എന്നിട്ട് പറയും ഇത് നിങ്ങളെ കളിയെന്ന് എനിക്കറിയാം, വൈജയന്തിയെ തോൽപ്പിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഞാൻ ദോശ ഉണ്ടാക്കി തരാമെന്ന് അലീന പറയും. ഞാൻ ദോശ ഉണ്ടാക്കി തന്നാൽ അങ്ങോട്ട് കൊണ്ട് ചെല്ലുമ്പോൾ മുകളിലേക്ക് എത്തുമ്പോഴത്തേനും വീണ്ടും ചൂടാറിയാലോ, അപ്പോൾ പിന്നെ ഈ വീണ്ടും ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട, അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് 100 ദോശയെങ്കിലും ഉണ്ടാക്കേണ്ടി വരും എന്ന് പറയും. അപ്പോൾ തന്നെ മുകളിൽ നിന്നൊരു വിളി വരും. അലീന നീ ഒരു ദോശ ഉണ്ടാക്കിയാൽ മതി, ഒരേ ഒരു ദോശ, അത് ചൂട്ടോടെ എന്ന് പറയും. പിന്നെ ഒരു കാര്യം, അതിന് മുന്നേ നീ എനിക്കൊരു സഹായം ചെയ്യണം. എന്താ സാറെന്ന് ചോദിക്കും. ആ വാഷിംഗ് മെഷീൻ്റെ സൈഡിൽ ഒരു വടി ഇരിക്കുന്നുണ്ട്, ചൂരൽ, അത് നീ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണം. എൻ്റെ മുറിയിലേക്ക് ക്ഷുദ്രജീവികളൊക്കെ നുഴഞ്ഞ് കയറി തുടങ്ങി, അത് ഒഴിവാക്കാനെന്ന് പറയും. ആ എടുത്തുകൊണ്ട് വരാമെന്ന് പറയും. എന്നിട്ട് അലീന അതെടുക്കാൻ പോവും. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അപ്പോൾ അത് അലീന വടിയായിട്ട് വരുന്നു. അങ്ങനെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് ബബിതനെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് ബബിതയ്ക്ക് മനസ്സിലാവും. അങ്ങനെ വല്ലാത്തൊരു ദേഷ്യത്തോടെ അതുപോലെ തന്നെ ഞെട്ടി ബാലചന്ദ്രൻ വരുന്നത് നോക്കി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന വൈജയന്തിയാണ് കാണിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് വൈജയന്തി വീട് വിട്ട് ഇറങ്ങി പോണ്. അതിന് മുന്നേ ഏട്ടനെ വിളിക്കുന്നുണ്ട്. ശിവേട്ടനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്കൊരു വീടുണ്ട്, ഞാൻ ഈ പട്ടിയെ പോലെ ഇവിടെ കിടക്കില്ല, എന്തായാലും ഞാനിനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് പെട്ടി പ്രമാണമൊക്കെ എടുത്ത് ഇറങ്ങുന്നുണ്ട്. ബബിത പിന്നാലെ ചെല്ലുന്നുണ്ട്. എന്തായാലും അതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നീട് ബബിത അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ അച്ഛനും പറയും പോണവർ പോട്ടെ എന്ന് പറയും. ഒരു കുടുംബം തകർന്നു പോയി, എന്തായാലും അതിന് കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയും. പിന്നെ അലീനയുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ ചെല്ലുന്നുണ്ട് ബബിത. അപ്പോൾ ബബിതയോട് പറയുന്നുണ്ട് ആദ്യം നീ നിൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം അന്വേഷിക്കടി, നിൻ്റെ അമ്മയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് നീ ആദ്യം അന്വേഷിക്കുക, സത്യം കണ്ടെത്താൻ നോക്ക്, അതുകൊണ്ടാണോ നിൻ്റെ അച്ഛൻ്റെ ഈ മാനസാന്തരം ഒന്നും കൂടെ അന്വേഷിക്കാനൊക്കെ പറയും. അതോടുകൂടി ബബിതയുടെ സാമർത്ഥ്യം കുറയും. പിന്നീട് മുത്തശ്ശിനെ കാണിക്കുന്നത് മുത്തശ്ശിയോട് അലീന പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോയാൽ തീരൂല മുത്തശ്ശി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഞാനിവിടുന്ന് പോകാൻ തയ്യാറാണ്, മേഡം ഇനിയിപ്പോൾ ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാനിവിടുന്ന് പോകണം
എന്നും പറഞ്ഞുകൊണ്ട് അലീന വിഷമത്തോടെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.